ലൈവിലപ്പോൾ സായി ആ കരച്ചിലാണ്. സായിക്ക് വളരെ വിഷമമായിരിക്കുകയാണ്. സായിയുടെ ഒരു ഡോഗ് മരിച്ചുപോയി. സ്നേഹ വന്നപ്പോൾ സ്നേഹ പറയണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷെ സായിക്ക് ഏകദേശം മനസ്സിലായി. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ സ്നേഹയ്ക്ക് അത് പറയേണ്ടി വന്നു. ഇപ്പൊ സ്നേഹയ്ക്കും ആകെ വിഷമമായിട്ടിരിക്കുകയാണ്. സായിയുടെ മൂഡ് മൊത്തം കൊളായിട്ടുണ്ട്. അപ്പൊ സായി ആകെ വിഷമിച്ചിരിക്കുകയാണ്. ബോസ് അപ്പൊ സായിയോട് പറയുന്നുണ്ട് ഓക്കെ ആയിട്ട് ഇരിക്കുക എന്നൊക്കെ ഉള്ളത്. ലിവിംഗ് റൂമിൽ അപ്പൊ സ്നേഹ വന്നിരുന്നിട്ട് സായിയും സ്നേഹയും സ്നേഹിച്ച് കല്യാണം കഴിച്ച കാര്യവും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അതുപോലെ തന്നെ സായി ഞാനൊരു മനുഷ്യനായി എന്നൊക്കെ ഇവിടെ നിന്ന് പറയുകയുണ്ടായി. പക്ഷെ ശരിക്കും സായി ഒരു നല്ല മനുഷ്യൻ തന്നെയാണ്. ഉള്ളിൽ ഒരുപാട് സ്നേഹം സായിക്ക് ഉണ്ട് എന്നും സായി വളരെ ജെന്യുവൻ ആയിട്ടുള്ള ആളാണെന്നൊക്കെ സ്നേഹ പറയുകയുണ്ടായി. സായി ആരോടും പേഴ്സണൽ ഗ്രഡ്ജോ കാര്യങ്ങളോ ഒന്നും വയ്ക്കുന്ന ഒരാളല്ലെന്നും നന്നായിട്ട് സായിക്ക് സംസാരിക്കാനും എല്ലാം അറിയാം. അവരുടെ വീട്ടിലും ഫാമിലി ആയിട്ടും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെയാണ് സ്നേഹ പറഞ്ഞത്. സായി പിന്നെ സ്നേഹയോട് പറയുന്നുണ്ടായിരുന്നു എന്റെ 30 വർഷത്തെ ട്രോമയാണ് ഇപ്പൊ മാറിയത്. എനിക്ക് എന്റെ ലൈഫ് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. എന്റെ പ്രഷ്യസ് ആയിട്ടുള്ള ലൈഫ് എനിക്കിനി നഷ്ടപ്പെടുത്താൻ കഴിയില്ല എന്നൊക്കെയാണ് സായി പറയുന്നത്. പിന്നെ സ്നേഹ സായിയോട് പറഞ്ഞു എനിക്ക് ഗെയിമിലെ സീക്രട്ട് ഏജന്റിനെ കാണണം. സായി കൃഷ്ണൻ മാത്രം കണ്ടാൽ പോരാ എന്നുള്ളത്. അപ്പൊ കളി മാറ്റുമോ സായി എന്നുള്ളത് നമുക്കിനി കണ്ടറിയാം.